തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ആദ്യ ഭരണസമിതി യോഗവും ഇന്നാണ് നടക്കുന്നത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-ക്കുമാണ് സത്യപ്രതിജ്ഞ ആരംഭിക്കുക. നഗരസഭകളിലും കോർപ്പറേഷനിലെയും ചെയർപേഴ്സൺ, മേയർ തെരഞ്ഞെടുപ്പ് 26-നാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. അങ്ങനെ കൊണ്ടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു. അങ്ങനെ പുതിയ ഭരണ സാരഥികൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരും മണിക്കൂറുകളിൽ അതിൻ്റെ ഒരു വിഷ്വൽസ് ഒക്കെ കാണാം. അപ്പോൾ എത്ര പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്? അപ്പം തന്നെ നമുക്ക് അറിയേണ്ടത് ഈ മേയർ കാര്യങ്ങളൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ ഇനി എപ്പോഴത്തേക്കാണ് നടക്കുക? മേയർ തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഇനി വരേണ്ടതുണ്ടല്ലേ? വെരി ഗുഡ് മോർണിംഗ് സൈഫു, ജിൽസി. എന്തായാലും തദ്ദേശ പോരാട്ടത്തിന് ശേഷം ജനപ്രതിനിധികളായി ഇന്നിപ്പോൾ സംസ്ഥാനത്താകമാനം 23,573 പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, നഗരസഭകൾ രാവിലെ 10 മണിക്കും അതിനുശേഷം 11:30 കോർപ്പറേഷനുകളിലും ജനപ്രതിനിധികൾ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഏറ്റവും മുതിർന്ന അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അത് നഗരസഭയിലും കോർപ്പറേഷനിലും ജില്ലാ കളക്ടർമാരും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും അതായത് ഭരണാധികാരികളുമായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം ഈ മുതിർന്ന അംഗമായിരിക്കും മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ആ രീതിക്ക് ഇന്നിപ്പോൾ 10 മണിയോടെ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള വിപുലമായ ആഘോഷ പരിപാടികളാക്കി മാറ്റുകയാണ് എല്ലാ മുന്നണികളും തങ്ങളുടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത്. പുതിയ ഭരണസമിതി ആദ്യ യോഗം, ഈ ഭരണസമിതിയുടെ ആദ്യ യോഗവും ഇന്ന് നടക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ മേയർ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. ഇത് ഈ ഡിസംബർ 26-നായിരിക്കും മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം ഈ ഡിസംബർ 27-ഓടെ മറ്റുള്ള ഗ്രാമ, ബ്ലോക്ക്, പഞ്ചായത്ത് അധ്യക്ഷന്മാരെല്ലാ നിലയും തീരുമാനിക്കുകയും ചെയ്യും. ഇതിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, 4 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു BJPയുടെ ഒരു നഗരസഭയിൽ BJP അധികാരത്തിലെത്തുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ലഭിക്കുകയും BJP അധികാരത്തിലേറുകയും ചെയ്യുന്നു. 101 സീറ്റുകളിൽ 100 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ വിഴിഞ്ഞം ഒഴികെ ബാക്കി 100 ജനപ്രതിനിധികൾ ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിലേക്ക്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരമേൽക്കുകയും ചെയ്യും. BJP അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റിയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഇന്നിപ്പോൾ രാവിലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ എത്തി BJP കോൺഗ്രസ്മാർ ദർശനം നടത്തുകയും പിന്നീട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് ഈ നഗരസഭാ കാര്യത്തിലേക്ക് 11:30 BJPയുടെ കൗൺസിലർമാർ എത്തുക. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ക്ലീറ്റസ്, കോൺഗ്രസിന്റെ പ്രതിനിധിയായ ക്ലീറ്റസ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഇവിടെ അധികാരം ഏറ്റെടുക്കുക. അതിനുശേഷം ക്ലീറ്റസ് ആയിരിക്കും മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അത്തരത്തിൽ എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയാണ് വളരെ ആഘോഷപൂർവ്വം ഇന്ന് നടക്കാൻ പോകുന്നത്.